കാനഡയിലെ സാമ്പത്തിക വിദഗ്ധർ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ആഗോള വിപണിയിൽ പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയുടെ വ്യാപാര യുദ്ധം പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്നു. ഇത് കാനഡയിൽ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കിയേക്കാമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. TD ബാങ്കിന്റെ മുൻ ചീഫ് എക്കണോമിസ്റ്റ് ഡോൺ ഡ്രമ്മണ്ട് CTV ന്യൂസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൊഴിലവസരങ്ങൾ ഒട്ടും ഉണ്ടായില്ല. മാർച്ച് മാസത്തിൽ 33,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇത് ഒരു സൂചനയാണ്. വരും മാസങ്ങളിൽ സ്ഥിതി കൂടുതൽ മോശമാകും. വാഹന നിർമ്മാണ മേഖലയിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള സാമ്പത്തിക സ്ഥിതി മോശമായാൽ കാനഡയിൽ കൂടുതൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡ്രമ്മണ്ട് പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് 7% താഴെയായിരുന്നു. ഇത് നല്ല കാര്യമാണ്. എന്നാൽ സാമ്പത്തിക മാന്ദ്യം വന്നാൽ തൊഴിലില്ലായ്മ നിരക്ക് 10% മുകളിൽ പോവുകയും കുറേ കാലം അങ്ങനെ തുടരുകയും ചെയ്യും. സാമ്പത്തിക മാന്ദ്യം വന്നാൽ ഒൻറ്റാറിയോയിൽ മാത്രം ഏകദേശം 5 ലക്ഷം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഡ്രമ്മണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയിൽ ഇറക്കുമതി കുറയും. ഇത് അവിടുത്തെ ഉൽപ്പാദനത്തെ ബാധിക്കും. പല കമ്പനികളും ജീവനക്കാരെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും അമേരിക്കയുടെ പുതിയ നികുതി നിയമങ്ങൾ കാരണം പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയുമായി വലിയ വ്യാപാര ബന്ധമില്ലെങ്കിലും അവർക്ക് അധിക നികുതി നൽകേണ്ടി വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. ഇത് കൂടുതൽ കാലം നീണ്ടു നിൽക്കാൻ കാരണമാകും. ലിബറൽ നേതാവ് മാർക്ക് കാർണി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. സമ്പദ്വ്യവസ്ഥ തകർച്ചയിലേക്ക് നീങ്ങുകയാണെങ്കിൽ കാനഡയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരു പദ്ധതിയുണ്ടെന്നാണ് കാർണി പറഞ്ഞത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് ഇതിന് കാരണം. ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2008-9 സാമ്പത്തിക പ്രതിസന്ധിയിൽ കാനഡയെ കാർണി രക്ഷിച്ചിരുന്നു. ബ്രെക്സിറ്റ് വിഷയത്തിൽ UK-യും സഹായിച്ചിരുന്നു. ആ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കർ ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഇത് ചെയ്തത്. പ്രധാനമന്ത്രിയായിരുന്നാൽ ഈ അപകടകരമായ അവസ്ഥയിൽ കാനഡയെ രക്ഷിക്കാൻ തനിക്ക് കഴിയുമെന്നും കാർണി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ വലിയ താരിഫുകൾ ചുമത്തിയിരുന്നു. ഇത് കാനഡയിലെയും അമേരിക്കയിലെയും ഓഹരി വിപണികളെ തളർത്തി. ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. പല ആളുകളും ആശങ്കയിലായി. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ കാർണി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ നികുതി ചുമത്തുന്നത് പ്രശ്നമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെയും ട്രംപ് നികുതി ചുമത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. എന്നാൽ നമ്മൾ തയ്യാറാണെന്നാണ് കാർണി വ്യക്തമാക്കുന്നത്. കാനഡയിലെ ധനകാര്യ സ്ഥാപനങ്ങൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ഓഹരി വിപണിയിലെ മാറ്റങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി അദ്ദേഹം ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറുമായി സംസാരിച്ചിരുന്നു. ധനമന്ത്രിയുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. 2008 സാമ്പത്തിക പ്രതിസന്ധി പോലെ ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ലെന്നാണ് കാർണി വ്യക്തമാക്കുന്നത്. അന്ന് ലോകത്തിലെ പല ബാങ്കുകളും തകർന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ട്രംപിന്റെ താരിഫ് നയങ്ങളാണ്. ഇത് രാജ്യത്തിന് ദോഷമാണെന്നും കാർണി വ്യക്തമാക്കി.